നമസ്കാരം. ഞാനുണ്ട് ഇവിടെ ചോദിക്കാൻ എന്ന പരിപാടിയുടെ പുതിയ ഒരു അധ്യായത്തിലേക്ക് സ്വാഗതം. 1 ലിറ്റർ കുപ്പിവെള്ളം 10 രൂപയ്ക്ക് വിതരണം ചെയ്യുക. സംസ്ഥാന സർക്കാരിൻ്റെ സ്വപ്ന പദ്ധതിയായിരുന്നു ശബരി ജലം പദ്ധതി. ഗണേഷ് കുമാർ വനമന്ത്രിയായിരിക്കുന്ന കാലത്ത് 50 ലക്ഷത്തോളം രൂപ ചിലവഴിച്ച് പത്തനാപുരം താലൂക്കിൽ പിറവന്തൂർ കടശ്ശേരിയിലാണ് ഈ ഫാക്ടറി സ്ഥാപിച്ചത്. ഇപ്പോൾ ഈ ഫാക്ടറിയുടെ സ്ഥിതി ഇതാണ്. ഒരു കുപ്പി വെള്ളം പോലും ഉൽപ്പാദിപ്പിക്കാൻ കഴിഞ്ഞില്ല. ചോദ്യം ചെയ്യപ്പെടേണ്ട വിഷയമാണ്, ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമാണ്. ഇവിടെ സംഭവിച്ച പോരായ്മകൾ, പലതരത്തിലുള്ള പോരായ്മകളുണ്ട്. ഈ ഫാക്ടറി ഇവിടെ സ്ഥാപിക്കുമ്പോൾ ഈ സ്ഥലമെടുപ്പുമായി ബന്ധപ്പെട്ട് ഉൾപ്പെടെ നിരവധി പ്രശ്നങ്ങൾ ഉയർത്തപ്പെട്ടിരുന്നു. ഇത് തെന്മല പിറവന്തൂർ ഗ്രാമപഞ്ചായത്തിലെ കടശ്ശേരി വാർഡിലാണ് ഈ ഫാക്ടറി ഇപ്പോഴുള്ളത്. ഇതിന് തൊട്ടടുത്ത വാർഡാണ് പുന്നല വാർഡ്. പുന്നല വാർഡിലെ മെമ്പർ ഉല്ലാസ് കുമാർ ഇപ്പോൾ നമ്മോടൊപ്പമുണ്ട്. ഇതിൻ്റെ തുടക്കം മുതലുള്ള ഇതിൻ്റെ പ്രവർത്തനങ്ങളുമായി സഹകരിച്ചു പോയ ഒരാളെന്ന നിലയിൽ ആധികാരികമായ കുറച്ച് കാര്യങ്ങൾ പറയാൻ കഴിയുന്ന ഒരാളാണ്. എന്തുകൊണ്ടാണ് ഈ ശബരി കുടിവെള്ള പദ്ധതി ഇങ്ങനെ പാതി വഴിയിൽ നിന്നു പോകേണ്ടി വന്നത്? ഇവിടെ ഈ കുപ്പിവെള്ള ഫാക്ടറിക്ക് വേണ്ടി നമുക്ക് എന്തൊക്കെയാണ് ഇപ്പോൾ ഇവിടെ നിർമ്മാണ പ്രവർത്തനം നടത്തിയിരിക്കുന്നത് ഒന്നും പറയാമോ? ഇവിടെ ഉദ്ദേശം 50 ലക്ഷം രൂപയാണ് ഇവിടെ കഴിഞ്ഞ 10, 12, 13 വർഷങ്ങൾക്ക് മുമ്പേ ഇവിടെ വിനിയോഗിച്ചിരിക്കുന്നത്. നമ്മൾ കാണുന്നുണ്ട് ഈ കെട്ടിടവും അതുപോലെ തന്നെ ഈ കെട്ടിടം പണി പൂർണ്ണമായും പൂർത്തീകരിച്ചിരിക്കുന്ന സാഹചര്യം. അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു ചെറിയ കുളം കുഴിക്കുകയും ഇതിൻ്റെ ടാങ്കുകൾ ഒക്കെ ഇവിടെ കൊണ്ടുവന്ന് ഇടുകയും ഒക്കെ ഉണ്ടായി. പിന്നെ ബാക്കിയുള്ളതെന്ന് പറയുമ്പം ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് കുപ്പിവെള്ള പ്ലാന്റ് നിർമ്മിക്കുന്ന അതിൻ്റെ മെഷീനറികൾ മാത്രമാണ്. അതിനാണ് 50 ലക്ഷം രൂപ വീണ്ടും വേണം എന്നുള്ള ഒരു കണ്ടീഷൻ വന്നത്. അപ്പോഴാണ് അധികാരം മാറി ശ്രീ കെ ബി ഗണേഷ് കുമാർ ഇടതുപക്ഷ പ്രസ്ഥാനത്തിലേക്ക് മാറുകയും സാഹചര്യങ്ങൾ മാറി ഉണ്ടായത്. നമുക്കറിയാം, അന്ന് ബഹുമാന്യായ MLA നല്ല ഉദ്ദേശത്തോടു കൂടി തന്നെയായിരിക്കാം ഈ പദ്ധതി കടശ്ശേരി പ്രദേശത്ത് കൊണ്ടുവന്നത്. കുറേ ആൾക്കാർക്ക്, പ്രദേശവാസികൾക്ക് ജോലി നൽകാം എന്നുള്ള ഒരു പ്രതീക്ഷയോടൊക്കെ കൂടി തന്നെയാണ് പദ്ധതി രൂപീകരിച്ചത്. എന്നാൽ അന്ന് ഐക്യജനാധിപത്യ മുന്നണിയിൽ നിന്ന MLA 2015 കാലഘട്ടമായപ്പോഴത്തേന് ഇടതുപക്ഷ മുന്നണിയിലേക്ക് മാറുകയും അധികാരം നഷ്ടപ്പെടുകയും ചെയ്ത ഒരവസ്ഥയിൽ പിന്നെ ഇത് ഇടതുപക്ഷ സർക്കാർ അധികാരത്തിൽ വന്ന കാലങ്ങളിൽ ഈ പദ്ധതിയുമായി മുമ്പോട്ട് പോകുവാൻ ശ്രീ MLAക്ക് കഴിയാൻ പറ്റിയില്ല. അതുതന്നെയാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള ഒരു കാരണം. അതുപോലെ തന്നെ ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ ഈ പ്രദേശത്ത് കാലാവസ്ഥ അടിസ്ഥാനത്തിലാണെങ്കിലും ഒക്കെ മാറി. അന്ന് ആവശ്യത്തിന് വെള്ളമൊക്കെ കിട്ടുന്ന ഒരു പ്രദേശമായിരുന്നു കടശ്ശേരി. എന്നാൽ പിറവന്തൂർ ഗ്രാമപഞ്ചായത്തിൽ ഇന്ന് ഏറ്റവും കൂടുതൽ കുടിവെള്ളത്തിന് രൂക്ഷമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന പ്രദേശങ്ങളാണ് ചെമ്മനരുവിയും കടശ്ശേരി ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ. അങ്ങനെ പറഞ്ഞു വരികയാണെങ്കിൽ ഈ ഫാക്ടറി സ്ഥാപിച്ചപ്പോൾ തന്നെ ഒരു ദീർഘവീക്ഷണമില്ലാത്ത പരിപാടിയായിരുന്നു വേണം ചിന്തിക്കാൻ. കാരണം ഇതിവിടെ പ്രവർത്തിച്ചു വരികയാണെങ്കിൽ തന്നെയും ഇപ്പോൾ കുടിവെള്ള ക്ഷാമം ഉണ്ടെങ്കിൽ ഈ ഫാക്ടറിയുടെ പ്രവർത്തനം തന്നെ അത് ബാധിച്ചിരുന്നേനെ അല്ലേ? തീർച്ചയായും. അന്നത്തെ കാലത്ത് ഇതിന് ഐക്യജനാധിപത്യ മുന്നണി സംവിധാനത്തിൽ നിൽക്കുന്ന ഞങ്ങൾ ഉൾപ്പെടെയുള്ള ഇതിനെ എതിർത്ത് തന്നെ സംസാരിച്ചവരാണ്. ഇത്തരം ഒരു മേഖലകളിൽ, പ്രത്യേകിച്ച് കുടിവെള്ള ക്ഷാമമുള്ള മേഖലയിൽ ഈ ശബരി കുടിവെള്ള പദ്ധതി ഒരിക്കലും കൊണ്ടുവരരുതെന്ന് അന്ന് പറയുകയും അതിന് മുമ്പോട്ട് നിൽക്കുകയും ചെയ്ത ആളാണ് ഞാൻ. തീർച്ചയായും ഇന്ന് ഇവിടെ കടശ്ശേരിയിൽ ഇപ്പം വേനൽക്കാലമാണ്, വളരെ ബുദ്ധിമുട്ടാണ് കുടിവെള്ളത്തിന്. പിറവന്തൂർ ഗ്രാമപഞ്ചായത്തിൽ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ചെമ്മനരുവിയും കടശ്ശേരിയിലും കുടിവെള്ളം എത്തിക്കുവാൻ വേണ്ടി 3,50,000 രൂപയോളം പഞ്ചായത്ത് ഫണ്ട് വെച്ചുകൊണ്ട് ടെൻഡർ വിളിച്ചിരിക്കുന്ന സാഹചര്യമാണ്. തീർച്ചയായും ഇത്തരം ഒരു കുപ്പിവെള്ള പദ്ധതി ഇവിടെ ആരംഭിക്കുമ്പോൾ ശരാശരി ദൈനംദിനം കുറഞ്ഞത് 1 ലക്ഷം ലിറ്റർ വെള്ളമെങ്കിലും ഈ കുപ്പിവെള്ളത്തിന് വേണ്ടി ഉപയോഗിക്കേണ്ടതായിട്ട് വരും. അങ്ങനെ വരുമ്പം ഇവിടെ ചെറിയ കുളവും അല്ലെങ്കിൽ ചെറിയ തോടുകളുമൊക്കെ ആണ് ഇവിടെ ജലസ്രോതസ്സായിട്ടുള്ളത്. ആ സ്രോതസ്സുകളൊക്കെ വേനൽക്കാലങ്ങളിൽ വറ്റി
വരണ്ട് പോകുന്ന സാഹചര്യങ്ങളാണുള്ളത്. അങ്ങനെ ഈ പദ്ധതി ഇവിടെ ആരംഭിച്ചു കഴിഞ്ഞാൽ ഇവിടെ 1000 അടിയോളം താഴ്ചയിൽ ഭൂഗർഭ അറയിൽ നിന്നും വെള്ളം എടുക്കേണ്ട സാഹചര്യങ്ങൾ വരും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ കടശ്ശേരി മേഖല എന്നുള്ളതല്ല, പുന്നല മേഖലകളിലെല്ലാം കുടിവെള്ളത്തിന് വളരെ ക്ഷാമമുണ്ടാകും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അന്നത്തെ ആ ഒരു കാലഘട്ടത്തിൽ അദ്ദേഹം MLA എന്നുള്ള നിലയിൽ അല്ലെ മന്ത്രി എന്നുള്ള നിലയിൽ ഈ പദ്ധതി ഇവിടെ കൊണ്ടുവരുമ്പോൾ ഇവിടുത്തെ ജനങ്ങൾക്ക് കുറച്ച് പേർക്ക് ജോലി ഉൾപ്പെടെയുള്ള കിട്ടും എന്നുള്ള ഒരു പ്രതീക്ഷയോടുകൂടി തന്നെയാണ് വന്നത്. ഇനിയും ഒരു കാരണവശാലും ഈ കുപ്പിവെള്ള പദ്ധതി ഇവിടെ തുടർന്ന് പ്രവർത്തിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. അതിന് ഒരു കാരണവശാലും അത് നടക്കുന്ന സാഹചര്യമല്ല ഇപ്പോഴുള്ളത്. അന്ന് തന്നെ ഇത് കേന്ദ്ര വന മന്ത്രാലയത്തിന്റെ അനുമതി പോലും ഇല്ലാതെയാണ് അന്നത്തെ കാലത്ത് 50 ലക്ഷം രൂപയോളം ഈ പ്രദേശത്ത് കൊണ്ടുവന്ന് ഇവിടെ ഈ കെട്ടിടം ഉൾപ്പെടെ പണിഞ്ഞ് ഇതിൽ നിന്ന് നശിച്ച് പോകുന്ന ഒരു സാഹചര്യമുള്ളത്. ഈ തദ്ദേശീയരായ കുറച്ച് പേർക്ക് തൊഴിൽ ലഭിക്കും എന്നുള്ളതായിരുന്നു അന്ന് ഉള്ള ഏറ്റവും വലിയൊരു വാഗ്ദാനം. പണ്ട് ഇതിന്റെ നിർമ്മാണ പ്രവർത്തനം നിലച്ചു പോയ സാഹചര്യത്തിൽ അങ്ങനെ ഒരു തൊഴിൽ നഷ്ടം ഉണ്ടായതായി പ്രദേശവാസികൾ ആരെങ്കിലും സൂചിപ്പിക്കുന്നുണ്ടോ? അല്ല, തീർച്ചയായും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അന്നത്തെ MLA ഇപ്പോഴും അദ്ദേഹം MLA തന്നെയാണ്. അദ്ദേഹം ഈ ശബരി കുടിവെള്ള പദ്ധതി കൊണ്ടുവന്നത് നല്ല ഉദ്ദേശത്തോടു കൂടി തന്നെയാണ്. ഇവിടെ ഈ പ്രദേശത്തുള്ള കുറച്ച് പേർക്ക് ജോലി നൽകാം, അതുപോലെ തന്നെ ശുദ്ധമായ കുപ്പിവെള്ളം എല്ലാ മേഖലകളിലും വിതരണം ചെയ്യാം, 10 രൂപയ്ക്ക് വെള്ളം ശുദ്ധമായ വെള്ളം നൽകാം എന്നൊക്കെ ഉള്ള ഒരു പ്രതീക്ഷ. 1 ലിറ്റർ വെള്ളം 1 ലിറ്റർ വെള്ളം 10 രൂപയ്ക്ക് മലയോര മേഖലയിലാകുമ്പോൾ നല്ല ശുദ്ധമായ വെള്ളം കിട്ടും എന്നൊക്കെ ഉള്ളൊരു പ്രതീക്ഷയോട് കൂടി തന്നെയാണ് ഈ ശബരി കുപ്പിവെള്ള പദ്ധതി ഇവിടെ ആരംഭിക്കുകയും അതിന്റെ പകുതി വഴിയിൽ അത് നിശ്ചലമായി കിടക്കുന്ന ഒരു അവസ്ഥയിലേക്കും വന്നത്. ഇതിന് കേന്ദ്ര വനം മന്ത്രാലയത്തിന്റെ അനുമതി ഇല്ലാതെ ഇത് നിർമ്മിച്ചതാണോ, അതുമല്ല സ്വകാര്യ കുപ്പിവെള്ള ഫാക്ടറികളെ സഹായിക്കുന്നതിനുള്ള എന്തെങ്കിലും ഇടപെടലാണോ ഇത് മുടങ്ങിപ്പോകാനുള്ള കാരണം? ഒരിക്കലുമില്ല. ഇത് സംസ്ഥാന സർക്കാരിന്റെ തന്നെ ഫണ്ട് ആണിത്. 50 ലക്ഷം രൂപയോളം അന്ന് ഞാൻ നേരത്തെ പറഞ്ഞ ശ്രീ ഉമ്മൻചാണ്ടി സാറ് മുഖ്യമന്ത്രിയായിട്ട് ഇരിക്കുമ്പോൾ ശ്രീ KB ഗണേഷ് കുമാർ അന്ന് മന്ത്രിയായി ഇരിക്കുന്ന കാലഘട്ടത്തിലാണ് ഈ പദ്ധതി ഇവിടെ കൊണ്ടുവന്നത്. അന്ന് UDFന്റെ അകത്തിരിക്കുന്ന മന്ത്രി എന്നുള്ള നിലയിൽ തീരുമാനങ്ങൾ തീർച്ചയായും എടുക്കാം. പക്ഷേ ഇന്ന് കാലം മാറി, അദ്ദേഹം ഇടതുപക്ഷ പ്രസ്ഥാനത്തിൽ പോയി LDFന്റെ മന്ത്രിസഭയിലാണുള്ളത്. UDFന്റെ അകത്തുള്ള തീരുമാനങ്ങൾ പോലെ LDF സർക്കാരിനുള്ളിൽ തീരുമാനം എടുക്കാൻ പറ്റാത്ത സ്ഥിതിയും ശ്രീ KB ഗണേഷ് കുമാറിനുണ്ട്. അപ്പൊ ഈ പദ്ധതി തുടങ്ങി വെച്ചിട്ട് പൂർത്തീകരിക്കാൻ കഴിയാത്തത് ശ്രീമാൻ M ഗണേഷ് കുമാറിന്റെ ഒരു പിടിപ്പുകേടായിട്ട് തന്നെ നമുക്ക് കാണാൻ പറ്റുമോ? തീർച്ചയായിട്ടും അതിൽ യാതൊരു സംശയവുമില്ല. നേരെ മറിച്ച് ഐക്യജനാധിപത്യ മുന്നണി സംസ്ഥാന ഭരിക്കുന്ന ഒരു സാഹചര്യവും ശ്രീ MLA ഐക്യജനാധിപത്യ മുന്നണിയിൽ നിലയുറപ്പിച്ച് മുമ്പോട്ട് പോകുന്ന ഒരു സാഹചര്യവുമായിരുന്നെങ്കിൽ ഈ പദ്ധതി ചിലപ്പം പൂർത്തീകരിച്ചേനെ. അതിന് ഉള്ള സ്വാതന്ത്ര്യവും കാര്യങ്ങളുമൊക്കെ ശ്രീ MLAക്ക് ഉണ്ടായിരുന്നു. അന്ന് വനവകുപ്പ് മന്ത്രിയായി ഇരിക്കുമ്പോൾ തന്നെയാണ് ഈ പ്രദേശങ്ങൾ മുഴുവൻ വനത്തിനുള്ളിൽ കൂടി റോഡുകൾ ടാറിങ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത്. നേരെ മറിച്ച് അത് കഴിഞ്ഞിട്ട് വനവകുപ്പ് മന്ത്രി, ഇടതുപക്ഷ സർക്കാരിന്റെ വനവകുപ്പ് മന്ത്രി വന്നു കഴിഞ്ഞിട്ട് അദ്ദേഹവും ഈ കിഴക്കൻ മലയോര മേഖലയിലുള്ള ഒരു MLA ആയിരുന്നു, വനവകുപ്പ് മന്ത്രിയായിരുന്നു. കഴിഞ്ഞ 5 വർഷം വനവകുപ്പ് മന്ത്രിയായി ഇരുന്ന കാലഘട്ടത്തിൽ ഈ പ്രദേശങ്ങളിലൊന്നും ഒരു വികസന പ്രവർത്തനങ്ങൾ മലയോര മേഖലയുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് സത്യം. അപ്പം ഇതാണ് പ്രാഥമികമായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ടുള്ള കാര്യങ്ങൾ. അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് പ്രദേശവാസികളായ നിരവധി പേരുണ്ട്, അവർ ഇവിടെ ഇത് എത്തിയിട്ടുണ്ട്. അത് അനുകൂലമായും പ്രതികൂലമായും ഉള്ള നിരവധി അഭിപ്രായങ്ങളാണ് പലരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അന്ന് ഇത് പ്രധാനമായും എടുത്തു പറഞ്ഞിരുന്ന വിഷയങ്ങളൊന്ന്, ശബരിമല സീസൺ ആരംഭിക്കുമ്പോൾ ഇവിടെ എത്തുന്ന അയ്യപ്പ ഭക്തന്മാർ ഏറ്റവും കൂടുതൽ കുടിവെള്ളത്തിനായി ബുദ്ധിമുട്ടുന്ന ഒരു സാഹചര്യം നിലനിന്നിരുന്നു. ഈ സാഹചര്യത്തിൽ ശബരിമല അയ്യപ്പ ഭക്തരെ പ്രധാനമായും ലക്ഷ്യം കണ്ടുകൊണ്ട് അവർക്ക് കുടിവെള്ളത്തിന് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാകാതിരിക്കുവാൻ ഏറ്റവും ചിലവ് കുറഞ്ഞ രീതിയിൽ കുടിവെള്ളം എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു ഈ ശബരി ജലം പദ്ധതി ആവിഷ്കരിച്ചത്. ഇത്തരത്തിൽ ഒരു കെട്ടിടം സ്ഥാപിച്ചു. ഈ കെട്ടിടത്തിൻ്റെ അല്പം താഴ്വശത്തായിട്ടാണ് ഈ നീരുറവയോട് ചേർന്ന് ഒരു കുളം കുഴിച്ചത്. ആ കുളത്തിലേക്കൊന്നും ഇപ്പോൾ നമുക്ക് എത്താൻ പോലും പറ്റാത്ത സാഹചര്യമാണ്, കാട് മൂടിക്കഴിഞ്ഞു. ഈ കെട്ടിടത്തിൻ്റെ സ്ഥിതി ഇപ്പോൾ ഇതാണ്. ഇതിൻ്റെ ചുറ്റും വെച്ചിരുന്ന കമ്പിവേലികളെല്ലാം തകർന്ന് ഇതിനകത്ത് ആൾക്കാർക്ക് കയറാൻ, വന്യമൃഗങ്ങൾക്ക് കയറാൻ പരുവത്തിനായിട്ടുണ്ട്.
ഇതിൻ്റെ കെട്ടിടത്തിൻ്റെ പുറകുവശത്തെ ഗ്ലാസുകളൊക്കെ തല്ലിത്തകർത്ത് മദ്യപ സംഘങ്ങൾ ഇതിനകത്ത് ക്യാമ്പ് ചെയ്യുന്ന ഒരു സ്ഥിതിയാണുള്ളത്. ലക്ഷങ്ങൾ ചിലവഴിച്ച് വെച്ചിരിക്കുന്ന ടാങ്കുകൾ എല്ലാം നാമാവശേഷമായിരിക്കുന്ന അവസ്ഥയാണ്. എന്തായാലും ഏറെ കൊട്ടിഘോഷിച്ച് നടത്തി വളരെ ഉദ്ദേശ ലക്ഷ്യത്തോടു കൂടി ആരംഭിച്ച ഒരു പദ്ധതി എങ്ങുമെത്താതെ പോയിരിക്കുന്ന ദൃശ്യങ്ങളാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. എങ്ങനെ ഈ പദ്ധതി ഇത്തരത്തിൽ തകർന്നുപോയി, എന്തുകൊണ്ട് ഉദ്യോഗസ്ഥർ ഇതിനെ ഒന്ന് വീണ്ടും പുനരുജ്ജീവിപ്പിക്കുവാൻ അല്ലെങ്കിൽ ഇത് ഉദ്ദേശ ലക്ഷ്യത്തോടെ എത്തിക്കുവാൻ ഇവർ ശ്രമിക്കുന്നില്ല എന്നുള്ള ചർച്ച നമുക്ക് അനിവാര്യമായാണ്. ഇപ്പം നമ്മൾ കിണർ ഒന്ന് കാണാൻ വേണ്ടി ഞങ്ങളൊരു ശ്രമം നടത്തി, പക്ഷേ യാതൊരു കാരണവശാലും വിജയിച്ചില്ല. കിണറിരുന്ന ഭാഗത്ത് വലിയ കാടാണ്. ഇവിടുത്തെ പ്രദേശവാസി എന്ന നിലയിൽ നമുക്ക് ഈ പ്രദേശവാസിയായ ഒരാളുണ്ട്. എന്താ പേരെങ്ങനെ? എൻ്റെ പേര് റജി. റജി പ്രദേശവാസിയാണ്. അപ്പം നമുക്ക് അന്ന് ഈ സമയത്ത് ഈ കിണർ കണ്ടിട്ടുള്ള ഒരാളാണ്. നമുക്ക് അദ്ദേഹത്തോട് ചോദിക്കാം, എങ്ങനെയാണ് ഇവിടെ ഒരു കിണർ ഉണ്ടായിരുന്നത്? അതിൽ ജലം വർഷങ്ങൾക്ക് മുമ്പ് ഒരിക്കലും പറ്റാത്ത ഉറവയാണ് അവിടെ നിന്ന് ഉത്ഭവിച്ചു പോകുന്നത്. അതാണ് ഇങ്ങനെ നമ്മൾ തോടായിട്ട് ഈ പുന്നല മേളിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതപ്പോൾ അവിടെ അതിനെ കെട്ടിത്തിരിച്ച് ആ ഉറവ സംരക്ഷിച്ചുകൊണ്ട് ആണ് അവർ കുടിവെള്ള പദ്ധതിക്ക് വെള്ളം എടുക്കാമെന്നുള്ള തീരുമാനമായത്. അപ്പോൾ ഇവിടുത്തെ നാട്ടുകാർ തന്നെ അത് ചോദിക്കുകയുണ്ടായി, നിങ്ങളിവിടെ കുടിവെള്ള പദ്ധതി ഉദ്ഘാടനം ചെയ്ത് കഴിഞ്ഞപ്പെട്ടാൽ നിങ്ങളിവിടെ ബോറിങ് ചെയ്യത്തില്ല എന്ന് ഞങ്ങൾക്ക് എങ്ങനെ ഉറപ്പ് വരും? അപ്പോൾ പറഞ്ഞ് ബോറ് ചെയ്യില്ല. ബോറ് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ ചോദിച്ചു, ഇപ്പം തന്നെ ഇവിടെ കുടിവെള്ളം ഭയങ്കര രൂക്ഷമാണ്. ഇപ്പം ഈ വർഷത്തെ വേനൽക്കാലം അത് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. ആ വേനൽക്കാലത്ത് ഒരുമാതിരിപ്പെട്ട കിണറുകളിലെ വെള്ളങ്ങളെല്ലാം വറ്റി, തോടുകൾ വറ്റി. അപ്പോൾ ഇത് ഉദ്ഘാടനം ചെയ്തായിരുന്നെങ്കിൽ ഈ നാട്ടിൽ കുടിവെള്ളത്തിന് ഇതിനെക്കാട്ടി രൂക്ഷമായ പ്രശ്നങ്ങളുണ്ടായേനെ. ഇവർ ബോർവെൽ ചെയ്യുകയും ചെയ്തു. തദ്ദേശീയരായ കുറച്ചു പേർക്ക് ജോലി നൽകും എന്നുള്ള ഒരു വാഗ്ദാനമായിരുന്നു അത് പ്രധാനമായിട്ടും. ഞങ്ങൾ പ്രദേശവാസികളെ ഞങ്ങളുടെ ഒരു ധാരണ അത് വാഗ്ദാനമാണ്. ജനങ്ങളുടെ ഒരു പ്രശ്നം ഇതിനെതിരെ ഉണ്ടാകാതിരിക്കാൻ ജനങ്ങൾക്ക് വാഗ്ദാനം കൊടുത്തതാകാനാണ് സാധ്യത. അല്ലാതെ ഇതിന്റെ പ്രവർത്തനങ്ങളുമായി ഇതുമായി മെഷീനറി സാധനങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ മെഷീനറി ഉപയോഗിക്കാൻ വരുന്ന എത്ര ആൾക്കാർ ഈ പ്രദേശത്ത് ഉണ്ടാകാൻ സാധ്യത കുറവാണ്. പിന്നെ ഇതിൽ തുച്ഛമായ ആൾക്കാർക്ക് പാക്കിങ്ങോ ലോഡിങ്ങോ അങ്ങനെയുള്ളത് മാത്രമേ ഇതിൽ കിട്ടാൻ സാധ്യതയുള്ളായിരുന്നു. കിട്ടിയാലും വ്യാപകമായ ഒരു പ്രചരണം നടത്തിയെങ്കിലും പ്രദേശവാസികൾ ഇതിന്റെ നിർമ്മാണ ഘട്ടത്തിന്റെ ഒരു സമയത്ത് പോലും എങ്ങും ഉൾപ്പെടുത്തിയിട്ടില്ലെന്ന് ഇല്ല. നിർമ്മാണ ഉദ്ഘാടനങ്ങൾക്ക് മറ്റു കാര്യങ്ങൾക്ക് പ്രദേശവാസികളെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ധാരണയാണ് ആദ്യം നോക്കുക. കാര്യം എന്ന് പറഞ്ഞാൽ ഇതൊരു കുടിവെള്ള പദ്ധതി വരുമ്പോൾ നിലവിൽ ഇതിൽ ബോറ് ചെയ്യും എന്ന് ഞങ്ങൾ ഈ പ്രദേശവാസികൾ സംശയം ഉന്നയിച്ചപ്പോൾ ഞങ്ങളോട് പറഞ്ഞ് ഇത് ബോർവെൽ ചെയ്യില്ല എന്നാണ് അന്ന് പറഞ്ഞത്. എന്തോ ഞങ്ങളുടെ ഭാഗ്യമായിരിക്കാം, അല്ലെങ്കിൽ മറ്റൊന്നുണ്ടായിരിക്കാം. അത് ബോറിന് ഇത് ഉദ്ഘാടനം നടക്കാതെ പോയി. ഉദ്ഘാടനം നടന്നായിരുന്നെങ്കിൽ രൂക്ഷമായ കുടിവെള്ളക്ഷാമവും ഇവിടെ ഉണ്ടായിരുന്നു. ഇവിടുന്ന് ഉത്ഭവിച്ചാണ് ഈ തോട് അരുവി, പഴയ അരുവികൾ പുന്നല മേഖലയിലേക്ക് പോകുന്നത്. അപ്പോൾ അതിൽ തന്നെ ജലാംശങ്ങൾ കുറവാണിപ്പോൾ. തുടക്കം മുതലുണ്ടായിരുന്ന ഒരു ആശങ്കയാണ് പ്രദേശവാസികൾ എപ്പോഴും പങ്കുവച്ചിരുന്നത്. ഇവിടെ രൂക്ഷമായ കുടിവെള്ള പ്രശ്നം നിലനിൽക്കുന്ന ഒരു സ്ഥലത്താണ് ഈ ഫാക്ടറി ആരംഭിച്ചത് എന്ന് പറയുന്നത്. പക്ഷേ എന്തുകൊണ്ട് ഈ ഫാക്ടറി മുടങ്ങിപ്പോയി എന്നുള്ളതിന് നമുക്ക് ഇതുവരെയും ഉത്തരം കണ്ടെത്താൻ കഴിയാത്ത ഒരു സാഹചര്യമാണ്. ഔദ്യോഗിക തലത്തിൽ ചോദിച്ചിട്ട് പോലും പലർക്കും അതിനുള്ള ഉത്തരം ഇതുവരെ നൽകാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല. എന്തായാലും നിലവിൽ ലക്ഷങ്ങൾ 50 ലക്ഷത്തിൽ പുറത്ത് രൂപ ചെലവഴിച്ച ഫാക്ടറി ഇവിടെ അനാഥമായി തന്നെ കിടക്കുകയാണ്. കെ ബി ഗണേഷ് കുമാറിന് ശേഷം വനം വകുപ്പ് മന്ത്രിയായി എത്തിയത് പുനലൂരിലെ MLA ആയിരുന്ന അഡ്വക്കേറ്റ് കെ രാജു സാറാണ്. ഈ പദ്ധതിയുടെ തുടർ പ്രവർത്തനത്തിനായി മുടങ്ങിക്കിടക്കുന്ന ഈ പദ്ധതി പുനരുജ്ജീവിപ്പിക്കുന്നതിനായി നിരവധി അപേക്ഷകൾ വനമന്ത്രി നിലയിൽ രാജു സാറിന് മുന്നിൽ എത്തിയിരുന്നു. അതിനുവേണ്ടി ഒരു ശ്രമം അദ്ദേഹം നടത്തിയിരുന്നു. മാധ്യമപ്രവർത്തകർ ഈ ഫാക്ടറി മുടങ്ങിപ്പോയ അവസ്ഥയെപ്പറ്റി ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന് അന്ന് നൽകാൻ കഴിഞ്ഞ മറുപടി കേന്ദ്ര വനം മന്ത്രാലയത്തിൻ്റെ അനുമതിയുമായി ബന്ധപ്പെട്ട ചില പേപ്പർ വർക്കുകൾ പൂർത്തിയാക്കാനുണ്ട് എന്നാണ്. അതിനുശേഷം അത് എന്തായെന്നോ മറ്റെന്ത് ഫോളോ അപ്പ് ആയെന്നോ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. എന്തായാലും കാലങ്ങൾ പിന്നിടുമ്പോൾ വനം മന്ത്രിമാർ മാറി മാറി വരുമ്പോഴും 50 ലക്ഷത്തോളം രൂപ ചിലവഴിച്ച് നിർമ്മിച്ച ഈ ഫാക്ടറി ഇപ്പോഴും അനാഥമായി ഇവിടെ തുടരുകയാണ്. അടിയന്തരമായി ഒരു ഇടപെടലാണ് നമ്മൾ ഇവിടെ ആവശ്യപ്പെടുന്നത്. ഫാക്ടറി ഇവിടെ സ്ഥാപിതമായിട്ട് ഏകദേശം 13 വർഷത്തോളം പിന്നിടുകയാണ്. 13 വർഷത്തിനിടയ്ക്ക് ഇത് ഒരു ഫാക്ടറി എന്ന രീതിയിൽ അല്ലെങ്കിൽ ഇതിൽ നിന്നും ഇതെന്ത് ഉദ്ദേശിച്ചാണോ ഇതിവിടെ സ്ഥാപിച്ചത് അതിൻ്റെ പ്രയോജനം ജനങ്ങൾക്ക് ലഭിക്കുന്ന രീതിയിൽ ഒന്നും ചെയ്യാൻ സാധിച്ചിട്ടില്ല. അത് ഒരു വലിയ പോരായ്മ ഉദ്യോഗസ്ഥ തലത്തിലും മന്ത്രിതലത്തിലുമൊക്കെ ഇവിടെ
ഉള്ളതായിട്ട് പ്രദേശവാസികൾ ആരോപിക്കുന്നുണ്ട്. അത് ശരിവെക്കുന്ന നിലയിലാണ് ഇപ്പോൾ ഈ സ്ഥാപനത്തിൻ്റെ അവസ്ഥ. ഇതിൻ്റെ ഗ്ലാസുകൾ എല്ലാം പൊട്ടിച്ച് തകർത്ത് അതിനകത്ത് ആൾക്കാർ കയറി ഇപ്പോൾ മദ്യപാന്മാരുൾപ്പെടെ അതിനകത്ത് മദ്യക്കുപ്പികളും അതുപോലെ ഗ്ലാസുകളും ഒക്കെ കിടക്കുന്നതായി നമുക്ക് കാണാം. ആ മദ്യപാൻ ഉൾപ്പെടെ ഇതിനകത്ത് അതിക്രമിച്ച് കയറി ഉപയോഗിക്കുന്ന നിലയിലാണ് ഇതിൻ്റെ പോക്ക്. ഇത് ഒരു നാഥനില്ലാ കളരിയായിട്ട് ഇങ്ങനെ അവശേഷിക്കുകയാണ്. ഏതെങ്കിലും തരത്തിൽ സ്ഥലം MLA-യോ മറ്റ് ഏതെങ്കിലും പ്രതിനിധികളോ ഇവിടെ എത്തുകയോ ഇതിൻ്റെ ഒരു പരിശോധന നടത്തുകയോ ഇതെന്തുകൊണ്ട് മുടങ്ങിപ്പോയി എന്ന് ചിന്തിക്കുകയോ ചെയ്തിട്ടുണ്ടോ? ഒരു കാരണവശാലും ഇത് ഉദ്ഘാടനം കഴിഞ്ഞിട്ട് ഇത് തിരിഞ്ഞു നോക്കുകയോ വരാനോ ഒരു ഉദ്യോഗസ്ഥന്മാരായിട്ട് MLA ആയിട്ട് MP ആയിട്ട് ആരും ഇതിന് പിറകെ വന്നിട്ടുമില്ല. ഇതിനെപ്പറ്റി പല ചർച്ചകളും ഓരോരുത്തരെ വിളിച്ചു കൂട്ടുന്നു, ഇത് ചെയ്യുന്നു. ഇത് കാരണം ഇവിടെ നിന്ന് വെള്ളം എടുത്തു കഴിഞ്ഞാൽ വന്യമൃഗങ്ങൾക്ക് വെള്ളമില്ലാതെ വന്ന് നാട്ടിൻപുറത്താണ് ഭയങ്കര ശല്യം ചെയ്യുന്നത്. അതുപോലെ കൃഷിക്കാർ വെറ്ററിക്കറി വാഴക്കൃഷി എല്ലാം ചെയ്യുന്നവർ ഇവരെല്ലാം ഇതിൻ്റെ ഈ വെള്ളം സ്രോതസ് എടുത്താണ് കഴിയുന്നത്. ഏറ്റവും കൂടുതൽ കാട്ടുമൃഗം ശല്യം ഇപ്പം വെളിയിലോട്ട് വരികയാണ്. വെള്ളമില്ലാതെ വരുന്നതുകൊണ്ട് വന്ന് കൃഷി എല്ലാം നശിപ്പിക്കുകയാണ്. ഇതിൻ്റെ ഈ ഫാക്ടറി ഇതിങ്ങനെ സ്ഥാപിച്ചതിന് ശേഷം ഏതെങ്കിലും ജനപ്രതിനിധി ഇവിടെ വന്ന് ഇത് MLA ഉൾപ്പെടെ ആരെങ്കിലും ഇത് അന്വേഷിച്ചിട്ടുണ്ടോ? അന്വേഷിച്ചിട്ടേ ഇല്ല. ഇതിൻ്റെ പറയില്ല 10-50 ലക്ഷം രൂപ മുടക്കി കെട്ടുകൂട്ടിച്ച് ഉദ്ഘാടനം നടത്തി. പിന്നെ ഇതിൻ്റെ പിറകിൽ വന്നിട്ടില്ല. പ്രദേശവാസികളായ എന്ന നിലയിൽ നിങ്ങൾ ഇതിൻ്റെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകണം, ഫാക്ടറി വേണം എന്നാവശ്യപ്പെട്ട് സമീപിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ സമീപിച്ചിരുന്നെങ്കിൽ എന്താണ് ജനപ്രതിനിധികൾ നമുക്ക് തന്നിരുന്ന മറുപടി? അത് നോക്കാം. വനം വകുപ്പിൻ്റെ അനുമതി കിട്ടിയിട്ടില്ലെന്നാണ് നമ്മുടെ അറിവ്. അങ്ങനെയാണ് ഞങ്ങൾ ഇതിന് ബന്ധപ്പെട്ടപ്പോൾ പറഞ്ഞത്. കുറേ പേർക്ക് തൊഴിൽ കൊടുക്കാമെന്നും പറഞ്ഞു. കുറേ പേര് സംരംഭവും വണ്ടികളും എനിക്കൊരു ഡ്രൈവറായിരുന്നു. നമ്മുടെ ഒരു സുഹൃത്ത് പറഞ്ഞായിരുന്നു, നിനക്കൊരു ജോലി മേടിച്ചു തരാം എന്നൊക്കെ നമ്മുടെ വാഗ്ദാനം പറഞ്ഞായിരുന്നു. ഈ ശബരിവെള്ളം കൊണ്ടെത്തിക്കാം എന്നൊക്കെ പറഞ്ഞിരുന്നു. വാഗ്ദാനമൊക്കെ പറഞ്ഞാണ് ഇത് ചെയ്യിപ്പിച്ചത്. അല്ല, വനം വകുപ്പിൻ്റെ അനുമതി ഇല്ലാതെ എങ്ങനെയാണ് പിന്നെ ഇവിടെ ഈ ഒരു ഫാക്ടറി വനംവകുപ്പിൻ്റെ അനുമതി കിട്ടാതെയാണ് പിന്നെയാണ് ഇത് അറിയുന്നത്. വനംവകുപ്പിൻ്റെ അനുമതി ഇല്ലാതാണ് ഇത് ഇവിടെ നടത്തിയത്. അന്ന് വനം വകുപ്പായിരിക്കുകയായിരുന്നു മന്ത്രി ഗണേഷ് കുമാർ. അങ്ങനെയാണ് ഇത് ഇത്രയും ആക്കിയത്. വനം വകുപ്പിൻ്റെ അനുമതി ഇല്ലാതെയാണ് ഈ വനത്തിനുള്ളിൽ ഈ ഒരു ഫാക്ടറി സ്ഥാപിച്ചു എന്നാണ് പ്രദേശവാസികൾ പ്രധാനമായിട്ടും ഉന്നയിക്കുന്ന ഒരു ആരോപണം. അപ്പം ഇതുമായി ബന്ധപ്പെട്ട് നമുക്കപ്പോൾ കഴിഞ്ഞ വനം വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് കെ രാജു സാറുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു പ്രതികരണം കൂടി ആരായേണ്ടിയിരിക്കുന്നു. ശബരി കുടിവെള്ള പദ്ധതിയുമായി ബന്ധപ്പെട്ട് തുടക്കം മുതൽ പത്തനാപുരം കേന്ദ്രീകരിച്ച് ഉള്ള ഒരു മാധ്യമപ്രവർത്തകൻ ഇപ്പോൾ നമ്മോടൊപ്പമുണ്ട്. അദ്ദേഹത്തിന് ശബരി കുടിവെള്ള പദ്ധതിയെപ്പറ്റി അറിയാവുന്നത് ചില കാര്യങ്ങളുണ്ട്, അത് നമ്മളോട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നു. എന്താണ് ഈ ശബരി കുടിവെള്ള പദ്ധതി മുടങ്ങിപ്പോകാനുള്ള പ്രധാന കാരണം? 2013 ശ്രീ KB ഗണേഷ് കുമാർ വനം വകുപ്പ് മന്ത്രിയായിരിക്കുമ്പോഴാണ് ഈ പദ്ധതി ആരംഭിച്ചത്. ഏതാണ്ട് 1.5 കോടി രൂപയുടെ ഒരു പദ്ധതിയായിരുന്നു ഇത്. അതിലേതാണ്ട് 75 ലക്ഷത്തോളം രൂപ ഈ പദ്ധതിക്കായി വിനിയോഗിച്ചിട്ടുണ്ട്. വനംവകുപ്പിൻ്റെ ഫണ്ടാണ് ഇതിനെ വിനിയോഗിച്ചത്. അപ്പോൾ ഇത്രയും വന്ന് അതിന് ഏതാണ്ട് ഉദ്ഘാടനത്തിന് മിഷനറികൾക്ക് ഏതാണ്ട് ഓർഡർ നൽകുന്ന ഒരു അവസ്ഥ വരുമ്പോഴാണ് സ്വാഭാവികമായിട്ടും ഒരു ഭരണമാറ്റം ഉണ്ടാവുന്നത്. ആ ഭരണമാറ്റം വന്ന് പുതിയ വനംവകുപ്പ് മന്ത്രിയായി നമ്മുടെ ശ്രീ കെ രാജു സാർ, പുനലൂര് MLA ആയിരുന്നു, അദ്ദേഹം ആയിക്കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഇതിൻ്റെ ഒരു ചെറിയ അന്വേഷണം അവിടെ വരുന്നത്. സ്വാഭാവികമായിട്ടും ഇതിന് കേന്ദ്രത്തിൻ്റെ പാരിസ്ഥിതിക അനുമതി മേടിക്കാതെയാണ് ഈ പദ്ധതി ആരംഭിച്ചത്. അതുകൊണ്ട് ഈ പദ്ധതി നടപ്പിലാക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ടെന്നാണ് അന്നത്തെ ആ ഒരു കാലഘട്ടത്തിൽ നമുക്ക് അറിയാൻ കഴിഞ്ഞത്. രണ്ടാമത്തെ ഒരു വിഷയം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഇന്ന് റെയിൽവേ 10 രൂപയ്ക്ക് കുടിവെള്ളം വയ്ക്കുന്ന ഒരു പദ്ധതിയുണ്ട്. സ്വാഭാവികമായിട്ടും ആ 10 രൂപയ്ക്ക് ഇവിടെ നമ്മുടെ ലഭിക്കേണ്ട കുടിവെള്ളം ഇന്ന് ഇവിടെ 20 രൂപയ്ക്കാണ് വൻകിട കക്ഷികൾ, ഇവിടെ വൻ ലോബി ഇവിടെ വിൽപ്പന നടത്തുന്നത്. അപ്പോൾ അതിൻ്റെ പിന്നിൽ ഏതാണ്ട് എനിക്ക് തോന്നുന്നു ഇത്തരം ലോബികളുടെ ഒരു അട്ടിമറിയാണോ ഈ നമ്മുടെ പ്രാദേശികമായി ഏറ്റവും വില കുറച്ച് സ്വാഭാവികമായിട്ടും നമ്മുടെ സ്വാഭാവിക വനത്തിൽ വരുന്ന ആ വെള്ളം എടുത്ത് വനം വകുപ്പിന് വൻ ലാഭം കൊയ്യാൻ പറ്റുന്ന ഒരു പദ്ധതി അട്ടിമറിച്ചതിന് പിന്നിലെന്നും സംശയിക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ 2 കാര്യങ്ങളാണ് ഈ പദ്ധതിക്ക് തുരങ്കം വെക്കുവാൻ കാരണം എന്നാണ് എൻ്റെ അറിവിൽ എനിക്ക് മനസ്സിലാക്കുന്നത്. പ്രാദേശികമായിട്ട് നിരവധി പേർക്ക് തൊഴിൽ കിട്ടുന്ന ഒരു പദ്ധതിയാണ്. അതുകൊണ്ട് തന്നെ ആ പ്രാദേശിക തലത്തിൽ അവിടെയുള്ള ജനങ്ങൾ വളരെ
ഈ സ്വാഗതം ചെയ്ത ഒരു പദ്ധതിയാണ്. ഇത് മുടങ്ങിപ്പോകാനുള്ള കാരണം എന്താണെന്ന് ഉദ്യോഗസ്ഥ തലത്തിൽ നിന്നോ രാഷ്ട്രീയ തലത്തിൽ നിന്നോ നമുക്ക് അറിയാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ്. എന്താണ് അങ്ങനെ നിലനിൽക്കുന്നത്? സ്വാഭാവികമായിട്ടും അന്നത്തെ ആ പദ്ധതി പ്രഖ്യാപിച്ചപ്പോൾ അവിടെ ഏതാണ്ട് 100ഓളം പേർക്ക് അവിടെ ജോലി ലഭിക്കും എന്നുള്ളതാണ് അന്ന് അറിയാൻ കഴിഞ്ഞത്. ഒന്നാമത്തെ പ്രശ്നം. രണ്ട്, ഇത് അനുബന്ധമായി ഏതാണ്ട് ആയിരക്കണക്കിന് ആൾക്കാർക്ക് ജോലി ലഭിക്കും എന്നുള്ളൊരിതാണ്. കാരണം ഇതിൻ്റെ വിതരണമായാലും പിന്നെ ഓരോ ജില്ലകളുടെ അടിസ്ഥാനത്തിലായാൽ പോലും ഓരോ മേഖലകൾ കേന്ദ്രീകരിച്ചാലും താലൂക്ക് അടിസ്ഥാനത്തിലായാലും ഇതിൻ്റെ ഒരു കോൺട്രാക്ട് എടുത്ത് വരുമ്പോൾ സ്വാഭാവികമായിട്ടും അത്തരത്തിൽ എന്ന് പറഞ്ഞാൽ അവിടെ പ്രാദേശികമായി അല്ലെങ്കിൽ മറ്റൊരു തരത്തിലായാൽ പോലും ആ താലൂക്കിൽ ഏതാണ്ട് 100ഓളം പേർക്ക് ജോലി കൊടുക്കാൻ പറ്റുന്ന ഒരു പദ്ധതി. അതുപോലെ തന്നെ അനുബന്ധമായി ഏതാണ്ട് ബാക്കി 10,000ഓളം പേർക്ക് മറ്റ് ജില്ലകളിലുമൊക്കെ ജോലി ലഭിക്കാൻ പറ്റുന്ന ഒരു സാധ്യതയുള്ള ഒരു പദ്ധതിയായിരുന്നു ഇത്. ഇതിന് പിന്നിൽ അട്ടിമറി സാധ്യത ഉണ്ടെന്നാണ് കാരണം സ്വാഭാവികമായിട്ടും ഇത് ഈ അട്ടിമറിച്ച് പോയത് അദ്ദേഹത്തിൻ്റെ വനം വകുപ്പുമായുള്ള അദ്ദേഹത്തിൻ്റെ ആ വനം മന്ത്രി സ്ഥാനം മാറിയതോടുകൂടിയാണ് നമുക്ക് ഈ പദ്ധതി ഒന്നാമത്തെ ഇതിൽ അവതാളത്തിലാവുന്നത്. രണ്ടാമത്തെ ഈ പുതിയ മന്ത്രി വരുമ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിൻ്റെ മണ്ഡലം അല്ലാത്തതുകൊണ്ട് പുല്ലൂർ അത് പത്തനാപുരം മണ്ഡലമായതുകൊണ്ട് മറ്റു പലർക്കും അതിനകത്ത് താല്പര്യം ഇല്ലാതെ വന്നു. അപ്പോൾ അതിനുള്ളൊരു ബുദ്ധിമുട്ടും അതിനകത്ത് രാഷ്ട്രീയ ഇടപെടലാണോ അല്ല മറ്റേതെങ്കിലും സംഭവമാണോ എന്നല്ല എനിക്ക് സംബന്ധിച്ച് അറിയത്തില്ലെങ്കിൽ പോലും വലിയൊരു മാറ്റം സ്വാഭാവികമായിട്ടും വനം വകുപ്പിന് ഒരു സാധ്യത, കാരണം സാമ്പത്തിക വൻ ലാഭം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പദ്ധതിയായിരുന്നു ഇത്. ശബരി ജലം പദ്ധതി പിറവന്തൂർ ഗ്രാമപഞ്ചായത്തിലെ കടശ്ശേരിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അതിൻ്റെ ഏറ്റവും വലിയ പ്രയോജനം പിറവന്തൂർ ഗ്രാമപഞ്ചായത്തിനായിരുന്നു ലഭിക്കേണ്ടിയിരുന്നത്. നിർഭാഗ്യവശാൽ ഇതിപ്പോൾ മുടങ്ങിക്കിടക്കുകയാണ്. നിലവിൽ ഇപ്പോൾ പിറവന്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സോമരായ സാർ ഇപ്പോൾ നമ്മോടൊപ്പമുണ്ട്. എന്താണ് ഈ പദ്ധതി പുനരുജ്ജീവിപ്പിക്കുന്നതിന് വേണ്ടി പഞ്ചായത്തിന് ചെയ്യാൻ സാധിക്കുന്നത് എന്നാണ് നമുക്ക് ചോദിച്ചറിയേണ്ടത്. സാർ, എന്താണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്? ഇപ്പോൾ നിങ്ങൾ പറഞ്ഞതുപോലെ പിറവന്തൂർ ഗ്രാമപഞ്ചായത്തിലെ കടശ്ശേരി എന്ന് പറയുന്ന ഗ്രാമത്തിലാണ് ഈ കുടിവെള്ള പദ്ധതിക്ക് വേണ്ടിയുള്ള രൂപം. അന്ന് ഇപ്പോഴത്തെ ഗതാഗത വകുപ്പ് മന്ത്രി, അന്നത്തെ വനം വകുപ്പ് മന്ത്രിയായിരുന്ന ശ്രീ ഗണേഷ് കുമാർ സാറ് പ്രത്യേക താല്പര്യമെടുത്ത് 45 ലക്ഷം രൂപ 50 ലക്ഷം രൂപയോളം മുടക്കിയാണ് ആ പദ്ധതി. അതിൻ്റെ ഒരു അർത്ഥം കഴിഞ്ഞപ്പോൾ അത് സാങ്കേതികമായിട്ട് എന്തോ കാരണം കണ്ടത് മുടങ്ങിക്കിടക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ ഇത് സ്വാഭാവികമായിട്ടും പിറവന്തൂർ ഗ്രാമപഞ്ചായത്ത് നിരവധിയായിട്ടുള്ള ചെറുപ്പക്കാർക്ക് തൊഴിൽ കിട്ടുന്ന ഒരു പദ്ധതിയാണ്. ഇപ്പോൾ നമ്മുടെ ശ്രദ്ധയിൽ ഇത് പെട്ടതുകൊണ്ട് നമ്മൾ എത്രയും പെട്ടെന്ന് മന്ത്രിയായി ബന്ധപ്പെട്ടുകൊണ്ട് സാങ്കേതിക തടസ്സം മാറ്റിക്കൊണ്ട് എത്രയും പെട്ടെന്ന് പ്രവർത്തനം ക്ഷമമാക്കുന്നതിനുള്ള നടപടി ഗ്രാമപഞ്ചായത്ത് കമ്മിറ്റി കൂടിക്കൊണ്ട് ബന്ധപ്പെട്ടവരെ അറിയിച്ചത് ചെയ്യിക്കാമെന്നാണ് ഇപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഭരണസമിതി ഏകകണ്ഠമായി ഒരു തീരുമാനം പാസാക്കി മന്ത്രിയെ അറിയിക്കുകയാണെങ്കിൽ അത് നടപടി ഉണ്ടാകാൻ സാധ്യത ഉണ്ട് എന്ന നിലയിലാണ് കാര്യങ്ങളുടെ പോക്ക്. അത്തരത്തിലൊരു ഇടപെടലാണ് പഞ്ചായത്തിന്റെ ഭാഗത്തുനിന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. തീർച്ചയായിട്ടും ഇപ്പം നിങ്ങൾ പറഞ്ഞതുപോലെ പ്രത്യക്ഷമായും പരോക്ഷമായിട്ടും നിരവധിയായിട്ടുള്ള ആൾക്കാർക്ക് ജോലി കിട്ടുന്ന ഒരു സംരംഭമാണ്. ആ സംരംഭത്തെ പരമാവധി ഇവിടെ പഞ്ചായത്ത് കമ്മിറ്റി അവതരിപ്പിക്കും ഒരാൾ പോലും ഇതിനെതിരെ പറയത്തില്ല. ഐകകണ്ഠന തീരുമാനം കൊടുത്തുകൊണ്ട് ഗവൺമെൻറ്റിലും നമ്മുടെ പത്തനാപുരം മണ്ഡലത്തിൽ തുടങ്ങി വെച്ച ഗണേഷ് കുമാർ സാറുമായിട്ടും ബന്ധപ്പെട്ടുകൊണ്ട് പുനരുജ്ജീവിപ്പിച്ചുകൊണ്ട് ഈ നാട്ടിലെ ജനങ്ങൾക്ക് ഈ കുടിവെള്ള പദ്ധതി, കാരണം 10 രൂപ വെച്ച് ഒരു കുപ്പി വെള്ളം വിതരണം നടത്തുന്നത് വലിയൊരു നേട്ടമാണ്. ആ അർത്ഥത്തിൽ നമുക്ക് മുന്നോട്ട് പോകാനെ കൊണ്ട് കഴിയും. അത് എത്രയും പെട്ടെന്ന് ഞങ്ങൾ പഞ്ചായത്ത് കമ്മിറ്റി കൂടിക്കൊണ്ട് തീരുമാനിച്ച് ബന്ധപ്പെട്ടവരെ അറിയിക്കുമെന്നാണ് ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കാനുള്ളത്. കുടിവെള്ള പ്രശ്നം ഏറ്റവും രൂക്ഷമായിരിക്കുന്ന കൊല്ലം ജില്ലയുടെ കിഴക്കൻ മേഖലകളിൽ ഇത്തരം ഒരു പദ്ധതി വരികയാണെങ്കിൽ അത് ഏറ്റവും കൂടുതൽ പ്രയോജനകരമാകും. അത് മാത്രമല്ല, സ്വകാര്യ കമ്പനികൾ കുടിവെള്ളത്തിനെടുക്കുന്ന ആ അമിത ചൂഷണം ഒഴിവാക്കാനും വരും. സർക്കാർ തലത്തിൽ ഒരു കുപ്പി വെള്ളത്തിന് 10 രൂപ എന്ന നിരക്കിൽ കൊടുക്കുകയാണെങ്കിൽ കുടിവെള്ളം കൊടുക്കുന്നതിനൊപ്പം തന്നെ നിരവധി പേർക്ക് ജോലിയും ലഭിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. പത്തനാപുരം MLA KB ഗണേഷ് കുമാർ വനം വകുപ്പ് മന്ത്രിയായിരിക്കുന്ന സമയത്ത് ആരംഭിച്ച പദ്ധതിയാണ് ശബരി ജലം പദ്ധതി. 1 ലിറ്റർ കുപ്പിവെള്ളം 10 രൂപയ്ക്ക് വിതരണം ചെയ്യുക എന്നതായിരുന്നു പദ്ധതിയുടെ ലക്ഷ്യം. എന്നാൽ ഈ ഫാക്ടറി നിർമ്മിച്ചതല്ലാതെ ഇവിടെ ഒന്നും ചെയ്യാൻ സാധിച്ചില്ല. ഫാക്ടറിയാണെങ്കിൽ തകർന്ന് നാമാവശേഷമായിരിക്കുകയാണ്. 13 വർഷം പിന്നിടുമ്പോൾ ഇന്നും പത്തനാപുരം MLA മന്ത്രിയാണ്, ഗതാഗത വകുപ്പ് മന്ത്രി. ശബരി ജലം പദ്ധതിയുടെ പുനരുജ്ജീവനമാണ് എല്ലാവരും ആവശ്യപ്പെടുന്നതിന്. അതിന് MLA എന്ന നിലയിലും മന്ത്രി എന്ന നിലയിലും അടിയന്തരമായി ഇടപെടണം. ഞാനുണ്ട് ഇവിടെ ചോദിക്കാൻ എന്ന പരിപാടിയുടെ ഈ ലക്കം ഇവിടെ സമാപിക്കുകയാണ്. നന്ദി, നമസ്കാരം.